അങ്ങനെ രാവിലെ ഹോട്ടലിൽ നിന്ന് റെഡി ആയിട്ട് നേരെ വന്നത് ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ്, അതായത് നമ്മുടെ SU-ല്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇത് നമ്മുടെ പഴയ ബിൽഡിംഗ് ആണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ബിൽഡിംഗ് ആണ്. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കോളേജ് ഫുൾ ആയിട്ട് കാണാം. അത് കോളേജിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇതാണ് ഇവിടുത്തെ ഫീസ്, ലിവിംഗ് കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റി, അതായത് SU എന്ന് പറയുന്ന കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലാണ് നമ്മുടെ കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ എയർപോർട്ടിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 15 to 20 മിനിറ്റ്സിൽ റീച്ച് ആവുന്ന രീതിയിലാണ് നമ്മുടെ കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. വൺസ് നമ്മുടെ കോളേജിന്റെ ലോബിയിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസിന് ചെറിയൊരു റിഫ്രഷ്മെന്റ് ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന് എന്തെങ്കിലും കോഫിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ ബിൽഡിംഗ്, പഴയ അക്കാഡമി ബ്ലോക്കിനെയും അത് കൂടാണ്ട് എന്താണ് പുതിയ അക്കാഡമി ബ്ലോക്കിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ബ്രിഡ്ജ് അവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വേറെ ഒന്നല്ല, സ്റ്റുഡൻസിന് ചില ക്ലാസ്സുകൾ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്, പിന്നെ ചില ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് പുതിയ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്റ്റുഡൻസിന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലാസ്സിലോട്ട് വരാനൊക്കെ വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ബ്രിഡ്ജ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എന്താണ് SU-ന്റെ ട്യൂഷൻ ഫീസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ SU-ന്റെ ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ $5,500 ആയിരുന്നു. $5,500 ആയിരുന്നു ട്യൂഷൻ ഫീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവരത് ഇൻക്രീസ് ചെയ്തിട്ട് 5,900 to ഒരു 6,000 റേഞ്ചിലോട്ട് മാറ്റുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കൺഫേം ആയിട്ടില്ല. പക്ഷേ എനിഹൗ ഈ വർഷം എന്തായാലും ഒരു ഫീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ SU-ന്റെ പുതിയ ബിൽഡിംഗ് വരുന്നത്. ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഒരു ക്യാമ്പസ് ബിൽഡ് ചെയ്തേക്കുന്നത്. നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, അത്രയേറെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത് ഒരു ബിൽഡിംഗ് അവർ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ലിവിംഗ് കോസ്റ്റിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജോർജിയയെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരു മാസം ഇവിടെ ലിവ് ചെയ്യാനായിട്ട് നമ്മുടെ ഹോസ്റ്റല്, ഫുഡ്, അത് കൂടാണ്ട് നമ്മുടെ മൊബൈൽ റീചാർജ്, പിന്നെ വരുന്ന എന്താണ് അഡീഷണൽ എക്സ്പെൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് അറൗണ്ട് ഒരു $300 മുതൽ $350 വരെയൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, ലിവിംഗ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഫീസ് ഒരു ആവറേജ് ഈ വർഷം ഒരു 5,900 ആക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കതൊരു $6,000 എന്ന രീതിയിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 6 ഇയേഴ്സിൻ്റെ ഫീസ് വരുമ്പോൾ അറൗണ്ട് ഒരു $36,000 നമുക്ക് എന്ത് വരും, ട്യൂഷൻ ഫീസ് വരും. ലിവിംഗ് കോസ്റ്റ് എന്തായാലും നമ്മൾ ഒരു 6 ഇയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറൗണ്ട് ഒരു $19,000 to $20,000 വരെയൊക്കെ വരാം. അപ്പോൾ നമ്മളതൊരു $20,000 എന്ന രീതിയിൽ കൂട്ടുകയാണെങ്കിൽ 6 ഇയേഴ്സിൻ്റെ ട്യൂഷൻ ഫീസ് $36,000 പ്ലസ് എന്ത് ചെയ്തു ലിവിംഗ് കോസ്റ്റ് വരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു $20,000, അതായത് അറൗണ്ട് ഒരു $56,000, അതൊരു $55,000 എന്ന രീതിയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീസ് പ്ലസ് ലിവിംഗ് കോസ്റ്റ് വരുമ്പോൾ അറൗണ്ട് ഒരു 44 to 45 lakhs വരെയാണ് നമുക്ക് എന്ത് വരാൻ ടോട്ടൽ ബഡ്ജറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വരും, സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, അഡ്മിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം.